ആരെങ്കിലും കളിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എനിക്ക് നേരം കിട്ടുമ്പോഴായിരുന്നാലും നീനക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ആയിരുന്നാലും നമ്മളവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടില്ലേ, ഭയങ്കര സ്നേഹമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും നമുക്കങ്ങനെ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടാ. റോസാപ്പൂയ്ക്ക് നോക്കിക്കുക, അതിൻ്റെ ഉള്ളിൽ ഞാൻ വളച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ബോ പോലെയുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ റോസാപ്പൂക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കാന്നേ. ഇന്നിവിടെ ഭയങ്കര മൂടൽ മഞ്ഞാട്ടാ, നല്ല ഫോഗാ. രാവിലെ നേരം വിളിച്ചപ്പോൾ കിളികളൊക്കെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പറക്കണേട്ടാ. ചിമുട്ട വാ, മഴയുണ്ടോ ഇവിടെ? റൂം കൊടുത്ത് എല്ലാവർക്കും റൂം കൊടുക്കും. രാവിലെ നേരട്ടാ ഞാനിവിടെ നമ്മുടെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ ചിമ്പൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നില്ലേ? അത് മരത്തുമീൻ ഇലകൾ വീഴുന്നതാട്ടാ, അല്ല വെള്ളം വീഴുന്നതാട്ടാ. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മുടെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിമ്പൂട്ടിനെ അവിടെ മുകളിൽ ബാൽക്കണിയിലോട്ട് കിടന്നിറങ്ങിയിരുന്നേ. ആൾ ഞാൻ പോന്നപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആളവിടുന്ന് ചിമ്പോ, ആളവിടുന്ന് പുല്ലായതൊക്കെ പറിച്ച് തിന്നോണ്ടിരിക്കുന്നുണ്ട്. ചിമ്പൂസി നല്ല ഭംഗിയല്ലോ നടന്ന് എന്താണ് വേണ്ടിയിട്ട്. ഈ മഴ പെയ്തിട്ട് ഇന്നിവിടെ നല്ല നല്ല മൂടൽ മഞ്ഞ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാട്ടോ. നമ്മുടെ തോട്ടത്തിൽ താൻ നോക്കിക്കേ, ചെടികളൊക്കെ വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിമ്പു നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ഉണ്ടല്ലോ, അവിടെ വീടിൻ്റെ സൈഡിൽ ഒരു മരത്തുമ്പോൾ നിറച്ചും പൂണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വേറൊരു അതിൻ്റെ സെയിം തന്നെ മരത്തുമ്പോൾ പൂണ്ടായി നിൽക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ സെയിം മരം അവിടെ വേറെ ഒരെണ്ണം വലുതുണ്ട്, അതുമ്പോൾ ഇപ്പോൾ പൂണ്ടായിട്ടുണ്ട്, നിറച്ചും പൂണ്ടായിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ടേക്ക് പോകണം. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡാണ്, കണ്ടില്ലേ അവിടെ ഒരു കളറ് കാണില്ലേ, അത് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിക്കാം. ഞങ്ങളുടെ സൈഡിലേക്ക് പോയിട്ടാ. അത് നമ്മുടെ ഡാലിയ തോട്ടം കേട്ടോ. അവിടെ എൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പോയിട്ട് അവിടെ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്, ആ ഉന്തുവണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അവിടെയൊക്കെ ചെടികളായി വരുന്നുള്ളൂ കേട്ടോ. എന്ത് പോകാൻ നോക്കിക്കേ, ഭയങ്കര മൂടൽ മഞ്ഞ. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് നേരം വെളുത്ത് വരുമ്പോൾ അതൊന്നൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് പറക്കുന്നുണ്ട് കേട്ടോ. കുറേ നല്ല ഭംഗിയായി കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ കിളികൾ കിടന്ന് പറക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, അത് അവിടെ ഒരു മരം നിൽക്കണല്ലേ, ആ മരത്തുമ്മ നിറച്ച് മൾബറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പഴുക്കണുള്ളൂ. ഞാൻ നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. ഈ മരത്തുമ്മ ഇത് നമ്മുടെ ബാക്കിലുള്ള നമ്മുടെ വെജിറ്റബിൾ തോട്ടം കേട്ടോ. ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ, കാണിക്കാം. കാരണം ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ചൂട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചെറിയ തണുപ്പ് ഇതൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ മൊത്തം പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മഞ്ഞ കളറും പഴുപ്പൊക്കെ വന്നേക്കാന്നേ. ഈ വെയിൽ വരാത്താരനെ ഒന്നും അങ്ങോട്ട് പിടിക്കണില്ല, ഒന്നും പൊന്തി വരണില്ല. ഇതിപ്പോൾ എന്താണാവോ ഇനി അങ്ങനെ. ഞാൻ ഓരോന്നിൻ്റെ ഉള്ളിൽ പറിച്ച് നടാൻ വേണ്ടിയിട്ട് കുറേ സമയമൊക്കെ എടുത്തിട്ട് ഞാൻ പറിച്ച് നട്ടേക്കുന്നത്. പക്ഷേ ഇത് അവിടെ നോക്കിക്കേ, അത് നമ്മുടെ വാളരിപ്പയറാട്ടോ, മഞ്ഞ കളറിൽ നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം വാളരിപ്പയർ ഞാൻ പക്ഷേ ആദ്യമായിട്ട് നടുന്നത്. അത് ഞാൻ കൂടുതൽ നട്ടേക്കുന്നത് നമ്മുടെ പയറാട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ചതുരം പയറുണ്ട്, പിന്നെ വാളരിപ്പയറുണ്ട്, പിന്നെ കുറ്റിയാമരയുണ്ട്. അങ്ങനെയുള്ള
പയർ. പക്ഷെ കൂടുതലും നമ്മുടെ നീളം പയറുണ്ടല്ലോ, ആ പയറാണ് നട്ടേക്കുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ നമ്മൾ നട്ടേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ മൾബറി ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, പഴുത്ത് വന്നത് നമ്മളെ കിളികൾ കഴിക്കട്ടെ. എന്നാൽ ചെറുതായിപ്പോൾ ഇതാണ്ട ചിലതൊക്കെ പഴുക്കണുണ്ട്. പഴുത്ത് അങ്ങനെ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു, കളർ മാറി വരുന്നത്. നിറച്ചുണ്ട് ഇതുമേ. ഈ ഡാലിയ ഇതിനകത്ത് നിറച്ച് നമ്മൾ ഡാലിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അത് പൊന്തി വരുമ്പോഴാണ് കാണത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ ആരോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെമ്പരത്തിമ പൂവിട്ടുണ്ടായിട്ടുണ്ടോയെന്ന്. ഇതായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ കമൻസിലെല്ലാം സത്യം പറഞ്ഞാൽ വായിക്കാറുണ്ട് കേട്ടോ. റിപ്ലൈ തരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. ഞാൻ എന്നും വിചാരിക്കും അതിന് വേണ്ടിയിട്ട് ഇരിക്കണം. കിളികൾ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരോ അതേപോലെ തന്നെ ഇതാ ഓടണം അതിൽ പോണ പോക്കണ്ട. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എവിടെയോ അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു പുതിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി കിടന്ന് ഉറങ്ങാം അവർ. എന്നിട്ട് ഇനിയിപ്പോൾ വരവ് നേരെ ഇരുട്ടാകുമ്പോൾ രാത്രി ആകുമ്പോൾ ഇനി ഒരു വരവുള്ളൂ കേട്ടോ. ആദ്യം നമ്മുടെ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു ഡെക്ക് ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരവിടെ കിടക്കണില്ല, കാരണം അവർ വലുതായി കാരണം അവർക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവണില്ല. അവിടെയായിട്ട് ആ പൂവുണ്ടായി നിൽക്കുന്നത്. അത് ഞാൻ ഒന്ന് വെയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് പൂവാട്ടാ. നല്ല ഭംഗിയാണ്, മരം മൊത്തം പൂവുണ്ടായി നിൽക്കുക. അത് ഈ കാണുന്ന പൂവുണ്ടല്ലോ, ഇത് മറ്റേ വെള്ളപ്പൂ ഉണ്ടായതാട്ടാ, നമ്മുടെ ഡോഗ് വുഡിൻ്റെ. അത് പൂ പോയിട്ട് ഇനിയിപ്പോൾ പഴമായിട്ട് മാറും. അതാട്ടാ കളർ മാറി നിൽക്കുന്നത്. അതിൻ്റെ അവിടെ വേറെ കളർ കണ്ടില്ലേ ആ പൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കണ്ട, അത് അങ്ങോട്ട് പോകണം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര പോകിയായിട്ട് നിൽക്കണ തന്നെ, അത് അത്ര ക്ലിയർ ആവില്ല. നമുക്ക് നേരമൊക്കെ വെളുത്ത് കഴിഞ്ഞിട്ട് പോകും. ചെറുക്കൻ്റെ പണി നോക്കിക്കേ, എൻ്റെ തോട്ടത്തിൽ നടക്കുന്നത്. നമ്മുടെ ഈ തോട്ടം നോക്കിക്കേ, എന്തോരം ചെടികളാണ് ഉണ്ടായിരിക്കണേ നോക്കിക്കേ. ഫുള്ള് സീനിയയും ഡാലിയൊക്കെ കേട്ടോ. ഡാലിയമ്മ അതാ മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂ വിരിയട്ടെ നിങ്ങളെ കാണിക്കാം. കണ്ട ഈ വർഷം ഫുള്ള് പൂവുണ്ടാവട്ടെ. ആ മാതിരി ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം. അവിടെ ഒരെണ്ണത്തും പൂ ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റേ ആ വെള്ളപ്പൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കേട്ടോ. പക്ഷേ ഇത് മക്കി മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ, നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. കണ്ട ഇതൊക്കെയാണ് പൂ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അതന്നെ നമ്മുടെ ആസ്പിൻ കുട്ടൻ. ആരോ കഴിഞ്ഞ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിൻ എവിടെ, ആസ്പിൻ ഓൾഡായിരുന്നു. ആസ്പിൻ ഓൾഡൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. ആസ്പിൻ കുട്ടൻ ഇങ്ങോട്ട് വന്നേ. ആസ്പിന് മഴ ഉള്ളപ്പോൾ അതിന് അത്രയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ര ഇഷ്ടമില്ല. ഇങ്ങോട്ട് വന്നേ മോൻ ആസ്പിൻ. അതാണ് നമ്മുടെ ആസ്പിൻ കുട്ടൻ. ആസ്പിൻ കുട്ടന് ഒരു കുഴപ്പമില്ലാണ്ട് ചെറുപ്പം നടക്കുന്നുണ്ട് കേട്ടോ. ആസ്പിനെ എൻ്റെ കയ്യിലിപ്പോൾ ഫോൺ ഇരിക്കുക, അതുകൊണ്ടാണ് അവൻ എടുക്കാത്തത്. നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചിമ്പു വന്നു കഴിഞ്ഞപ്പോൾ ആസ്പിനെ മറന്നു. ആസ്പിനെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ആസ്പിൻ എപ്പോഴും അകത്തുണ്ടല്ലോ, അവനാ എപ്പോഴും നമ്മൾ അകത്തിട്ട് നമ്മൾ കളിപ്പിക്കുന്നത്. ണ്ടല്ലോ ആ വലിയ പാത്രത്തിലിരിക്കുന്നത് അവിടെ ചിമ്മട്ടൻ്റെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സൗണ്ട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടി വരും. ഇന്ന് കോഴിക്കോട്ടിലായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് പണിക്ക് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ആളെ കണ്ടില്ല. രാവിലെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ പോയി ആവുമെന്ന്. അത് ഞാൻ ചെന്ന് നോക്കിയപ്പോഴല്ലേ കോഴിക്കോട്ടിൽ എലീനെ പിടിച്ചെന്ന് അറിഞ്ഞൂടെ. ഫുഡാക്കി കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ മുട്ട, ഈ വലിയ അതിനകത്ത് മുട്ട ഞാൻ ഇന്നലെ വൈകിട്ട് എടുത്തുകൊണ്ടുവന്നു കേട്ടോ. മറ്റേതിലിരിക്കുന്ന മുഴുവനും താറാവ് മുട്ട കേട്ടോ. ബെഡ്റൂമിൻ്റെ വിൻഡോ കേട്ടോ. ഇവിടുത്തെ വിൻഡോ തുറക്കുമ്പോഴുണ്ടല്ലോ ഇതാ നോക്കിക്കേ, എന്ത് ഭംഗിയില്ല പൂണ്ടായി നിൽക്കണേ നോക്കിക്കേ. ക്ലോസപ്പ് ആയിട്ടാ ഇവിടെ ഈ കൊതുകിൻ്റെ നെറ്റ് ഇട്ടേക്കണേ, വിൻഡോമ നെറ്റ് ഇട്ടേക്കണേ. പിന്നെ ഉണ്ടല്ലോ ഇതിപ്പോൾ ചേട്ടന് ഇന്ന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് തേക്കാനെടുത്തിട്ട് ആ ഷർട്ട് ഇടാണ്ട് പോയതാട്ടോ. ഇത് ബെഡ്ഷീറ്റ് ഒക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞാൽ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതാട്ടോ ഞാൻ അന്ന് നമ്മൾ റോസാപ്പൂവിൻ്റെ ആ പെറ്റൽസ് വെച്ചിട്ട് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ബെഡ്ഷീറ്റുമ്മ അതിൻ്റെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഷീറ്റാട്ടോ അത്. അത് നോക്കിക്കേ, ഇത് എപ്പോഴും ഞാൻ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിന്നെ ഈ ഷീറ്റാണെങ്കിലും നല്ല കോട്ടനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളർ നോക്കിക്കേ, ഇപ്പോഴും ഒട്ടും ഫെയ്ഡായിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് അത്. കണ്ടോ
ഇതിപ്പോൾ റൂമിലേക്ക് അധികം വെട്ടം വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കാണ്ട് ക്ലിയർ ആണില്ല. ഇത് ഞാനിപ്പോൾ കുറേ തിരുമ്മിട്ടോ. അപ്പോൾ ഇത് നോക്കി, ഇത് നമ്മളന്ന് ഇലയൊക്കെയുടെ ലീവ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ഷെയ്ഡാട്ടോ അത്. ഇതാ പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ വേറൊരു വിൻഡോ കേട്ടോ. ഇത് തുറന്ന് നോക്കുമ്പോഴായിരുന്നല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഞങ്ങളുടെ റോസാപ്പൂക്ക് കണ്ടില്ലേ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈ വിൻഡോൻ്റെ ഈ കർട്ടൻ ബ്ലൈൻഡ്സൊക്കെ ഞാൻ പൊന്തിച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതായിട്ട് നമ്മൾ ബ്ലൂ ജേ എന്ന് പറഞ്ഞ കിളി നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ കൊത്തി വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. കുറേ എണ്ണങ്ങൾ കിടന്നിട്ട് ഇവിടെ വലിയ ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് പേരും ഇരിക്കുന്ന നോക്കി. ഇത് പറഞ്ഞാൽ കുഞ്ഞാന്ന് എനിക്ക് തോന്നുന്നേ, അമ്മയും മോളെ ഇരിക്കണേന്ന് തോന്നുന്നു. ഞാനത് വിൻഡോയുടെ ഉള്ളിൽ കൂടെയായിട്ട് പിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ക്ലിയർ അല്ല. അതിനപ്പുറത്തിരിക്കുന്നത് കുഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിളിയാണ്. ഇന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ക്ലൗഡി ആയിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഓരനത് അപ്പുറത്തിരിക്കുന്നു. ഞാനിവിടെ മത്തൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാസ്ക്കറ്റും ഇതൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് കുറേ റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നത്. ആ റോസാപ്പൂക്ക് പോയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും. പിന്നെ റോസാപ്പൂ ആകുമ്പോൾ അറിയാലോ അധികം നാൾ നിൽക്കില്ലല്ലോ. പക്ഷേ നമ്മുടെ ഡാലിയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ ഡാലിയപ്പൂ നിൽക്കും. പിന്നെ ആ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ റോസിൻ്റെ പേരെന്താ പറയാത്തതെന്ന്. ആ റോസിൻ്റെ പേരുണ്ടല്ലോ എഡൻ ക്ലൈംബിംഗ് റോസ് എന്നാണ് അതിൻ്റെ പേര്. EDEN എഡൻ ക്ലൈംബിംഗ് റോസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് നമ്മുടെ ഇവിടെ ഓസ്റ്റിൻ റോസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു അതും വേറൊരു ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്, ഓസ്റ്റിൻ റോസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഈ റോസ് കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓസ്റ്റിൻ റോസ് ആണോ എന്ന്. പക്ഷേ ഇത് അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. എനിക്ക് അവിടെ ഉണ്ടാവുമായിരിക്കും ഈ എഡൻ ക്ലൈംബിംഗ് റോസ് എന്ന് പറഞ്ഞ റോസ് അവിടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ അവിടെ നിന്നല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ നിറച്ചിങ്ങനെ വെള്ളപ്പൂ ഉണ്ടായിട്ട് വരില്ലേ, അതും പിന്നെ ഈ റോസൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റോസ് നമ്മൾ വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. ഒരു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ആ റോസ് വാങ്ങിച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതും അതേപോലെ ഇങ്ങനെ പൂ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലേ, നമുക്ക് പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മഴയും പിന്നെ അങ്ങനെ ഭയങ്കര ചൂടൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊന്നും അങ്ങനെ പൊന്തണില്ല. പക്ഷെ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ നമ്മളവിടെ മുകളിൽ നമുക്ക് അവിടെ ഡെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബെഡ് പോലത്തെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്റ്റീൽ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മത്തങ്ങ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. പക്ഷെ മത്തങ്ങ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തങ്ങയുടെ ഇല എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. മത്തൻ്റെ ഇല എടുത്തിട്ട്, പക്ഷെ ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് മത്തനുണ്ടായി, പിന്നെ ആ സമയത്ത് അതുമ്പോൾ കുറേ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് മത്തൻ്റെ പൂവ് എടുത്തിട്ട് ബജ്ജി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെങ്കിൽ, പിന്നെ തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മത്തൻ്റെ ഇലയും എടുത്തിട്ടില്ല, പൂവ് ഇതിനു മുമ്പ് നമ്മൾ കറി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ പൂവായിട്ടില്ല കേട്ടോ, പൂ ഉണ്ടായി വരുന്നുണ്ട് കുഞ്ഞിതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇല എടുത്തിട്ട് ഇന്ന് നമുക്ക് പിന്നെ എപ്പോഴും വേണ്ടതുള്ള സാധനമാണ് നമുക്ക് കോഴിയുടെയും താറാവിൻ്റെയും മുട്ട വെച്ചിട്ട് നമ്മൾ അതിനകത്തിട്ടിട്ട് നമ്മളിങ്ങനെ തേങ്ങയ്ക്ക് വരട്ടിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കൊന്ന് പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരനും കൂടിയിട്ട് വയ്ക്കാം. തോരൻ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പരിപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് എനിക്കാണ് നമ്മൾ ഈ ചീര വയ്ക്കുന്ന പോലെ എല്ലാ സാധനങ്ങളും അയ്യത്തും വയ്ക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് അധികം വേവിക്കാണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ മത്തൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. നമ്മൾ ഈ പരിപ്പ് ഇടുന്നുണ്ടല്ലോ, ഇങ്ങനെ തോരൻ പോലെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തോരൻ എന്ന് പറയുമ്പോൾ പിന്നെ തേങ്ങ ഇടണമല്ലോ, തേങ്ങ ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ച് വെക്കുന്ന കറി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ കറി വെക്കാന്ന് പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും പോയിട്ട് അതിൻ്റെ ഇല എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ചിട്ട്
ഇല ഉള്ളതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ പോണ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ പൂകളൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടൊന്നുമില്ല. ഡാലിയമ്മയ്ക്ക് മുട്ടൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ ചിമ്പുട്ടിനെ ഇവിടെ ഉണ്ട് കേട്ടോ. ചിമ്പുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം ഇന്ന് അവൻ്റെ ഉറക്കം ഒന്നും ശരിയാവില്ല. കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടിട്ട് എങ്ങാണ്ട് കിടന്നോട്ട് ഉറങ്ങായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്നുണ്ട് ആള്. കാരണം നമ്മുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ നിന്നും ചെറുക്കനെ എഴുന്നേറ്റ് വരുന്നേ. പിന്നെ രാത്രി പിന്നെ ഇവർ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പൂച്ചകളായിരുന്നാലും എല്ലാ മൃഗങ്ങളൊക്കെ ആയിരുന്നാലും ഉറക്കം കുറവാണല്ലോ അവർക്ക്. പിന്നെ ആ സമയത്തുള്ള നടത്തം അതിനൂടെ തൂങ്ങിയൊക്കെ നടക്കുന്നുണ്ട് ഈ ചെറുക്കൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ മത്തൻ്റെ ഇല നമുക്ക് പറിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പൂവ് എന്ത് ഭംഗിയാണെങ്കിൽ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ മരത്തിന്. നല്ല ഭംഗിയാണ് എൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട്. അതെങ്കിൽ എൻ്റെ മുകളിലേക്ക് ഉണ്ട് കണ്ട ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതായിട്ട് എൻ്റെ ക്ലാസ് പോയത് കുറേ തേനീച്ച വണ്ടാക്കി കിടന്ന് പറക്കുന്നുണ്ട് അതിൻ്റെ തേൻ കുടിക്കാനായിട്ട്. കുറേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് മരമാണ് പോവാണ്. അതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ വേറെ മരം നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് പോവില്ല, ഇതിന് ഫുള്ള് പോവും. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വിൻഡോ. എന്നിട്ട് ഞാൻ കാണിച്ചില്ലേ. ഇവിടെ ഒന്നും നമ്മൾ വേറെ എന്ത് ചെടികൾ നട്ടാലും ഇവിടെ ഒന്നും പിടിക്കില്ല. കാരണം ഇവിടെ ഒന്നും തീരെ സൺലൈറ്റ് വരില്ല. അതുകൊണ്ട് ഒന്നും പിടിക്കില്ല. അതാണ് നമ്മുടെ ചിമ്പൂട്ടനായിട്ട് അരിയിൽ വേറൊരു പൂണ്ടായിരുന്നു. അതാണ് അവിടെ കാഴ്ച. നമ്മുടെ മത്തൻ്റെ ഇല ഇതിനകത്ത് കിളിന്ത ഇല നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊക്കെ തണ്ടേപ്പാടിയും എടുക്കണേ. നമുക്ക് തണ്ടും നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ നല്ല കിളിന്ത ഇല നോക്കിയിട്ട് നമ്മുടെ ചിമ്പുണ്ടല്ലോ, ചിമ്പ് ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ.
അവിടെ നിന്ന് കൂടിയിട്ട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എനിക്ക് വരുന്ന ലൈറ്റിങ് അത്രയ്ക്കാണ് ക്ലിയർ ആവണേ, ഞാൻ ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് വരിക. അങ്ങനെ നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇല ഇത് ഞാനിത് ഇപ്പം ഇങ്ങോട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മറ്റേത് ഞാൻ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് വാടി. ഇതിന് ശരിക്കും വല്ല തൊട്ടാവാടി എന്ന് അങ്ങനെ പേര് കൊടുക്കണത്. അത് നോക്കിക്ക് ഇപ്പം തന്നെ പറിച്ചെടുത്തോളൂ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അപ്പം നല്ല ചൂടുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഇവിടെ. പക്ഷെ ഇവിടെ ഇന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ചൂട് അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല. പക്ഷേ നാട്ടിലെ ചൂടിലേക്ക് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്ത വഴി തന്നെ ഇതെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പാടി പോകുന്നു തോന്നുന്നു. ശരിക്കും തൊട്ടാവാടിയുടെ പോലെ തന്നെ ഇപ്പം ഇത് ഈ അവസ്ഥയായിപ്പോയി. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പറിച്ചുള്ളൂ. അപ്പോഴേക്കും ഇതും പാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്കേ എന്തെങ്കിലുമൊക്കെ നമുക്ക് റെഡിയാക്കാം. അതിനുള്ളിൽ നമുക്ക് കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി അത് ശരിക്കും കുറേ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിത് എല്ലാവരും പറിച്ച് കളഞ്ഞതാണ്. കാരണം ഇവിടെ ഈ തോട്ടത്തിൽ നിറച്ച് നമ്മൾ ഡാലിയ നട്ടേക്കാണ്. അല്ലെങ്കിൽ ചീര വന്നിട്ട് ആർക്കും പിടിക്കും. എല്ലാ ഡാലിയമ്മയും കുറേ മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളതിനെ അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കണം. ഇങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പാടാം. ഞാൻ അതിൽ കൂടെ ചാടി കിടന്നിട്ടാണ് പോകുന്നത്. അതിന് കോഴികളൊന്നും ഞാൻ അത് കിടക്കണില്ല. അല്ലെങ്കിൽ കോഴികൾ കിടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വക സാധനങ്ങളൊന്നും കിട്ടുമെന്നില്ല. പക്ഷേ കോഴികൾ കയറാത്തതുകൊണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നിറച്ചും പുല്ല് വരുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പുല്ല് ചത്തുണ്ട്. ഞാനാണ് ഇങ്ങനത്തെ പുല്ലൊക്കെ മൊത്തം ചെത്തി ഓരോരോ കയ്യാണി കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ചീരേൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ പൊന്തനുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയ തോട്ടമാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതുമ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെയിൽ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ താറാവുകളും കോഴികളും കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അവർ സാധാരണ കിടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ ആയിരുന്നു. ഇത് കുറച്ച് ചീരയുണ്ട് പറിച്ചിട്ട്. ശേഷം നമുക്ക് ഒരു ചെറിയൊരു തോരൻ വയ്ക്കാനുള്ളത് കിട്ടും നമുക്ക്. സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇടുന്ന ഒരു ചെരുപ്പുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ആ ചെരുപ്പ് പൊട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഹീലുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറിച്ചെന്ന് അത്ര ഇങ്ങനെ കിടക്കണേ പണിയുണ്ട്. ഇവിടെ ചിമ്പൂട്ടൻ കിടന്ന് ഉറങ്ങണ നോക്കിക്ക്. അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇലയും പിന്നെ ചീര എത്രയൊക്കെയായിട്ടാണ് കിട്ടിയത്. ശരിക്കും ചീര അവിടെ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ചും ചീര ഉണ്ടായേനെ. ഞാൻ പറഞ്ഞില്ലേ ചീരയൊക്കെ പറിച്ച് കളഞ്ഞെന്ന്. ഇതിപ്പോൾ നമുക്ക് എന്തിൻ്റെങ്കിലും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതെന്തായാലും നീക്കി വയ്ക്കട്ടെ കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായത്. ഈ വർഷം നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ആ പഴയതൊക്കെ മാറ്റിയിട്ട് പുതിയത് ആക്കിയില്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയതിൻ്റെ ആ വിത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല നാടൻ ചീരയുടെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നേ. ശരിക്കും നമ്മളുണ്ടല്ലോ ഈ കടയിൽ പോയിട്ട് ചീര വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് സാധനമായിരുന്നാലും അങ്ങനെ തന്നെ. എന്ത് സാധനമായിരുന്നാലും ഓരോന്ന് അതിനെ നട്ട് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു പാടാ. അത് ചെയ്യണവർക്ക് അറിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. ചീരയൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഞാൻ ഓർക്കായിരുന്നു. കാരണം ഇതിൻ്റെ വിത്ത് നമ്മൾ പാകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ കുറേ ഇത് തൈയിട്ട് മുളച്ച് വരുമല്ലോ. പിന്നെ ഇത് കട്ട പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിപ്പ് അവിടെ ഇരിക്കും. അത് വലുതാവത്തൊന്നുമില്ല. അതിനെ നമ്മൾ മുളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ പറിച്ച് നടണമല്ലോ. ആ പറിച്ച് നടാൻ വേണ്ടിയിട്ട് ശരിക്കും എന്തോ ഒരു പാടാന്നറിയോ. കാരണം ഇത് ഓരോ നൂല് പോലെയാണല്ലോ ഇത് ഇരിക്കുന്നത്. അതിനെ ഓരോന്നിനെയും എടുത്ത് ഓരോ സ്ഥലത്തേക്ക് നടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. 2-3 ദിവസം 2 ദിവസം ഞാൻ പോയിട്ട് എനിക്ക് തോന്നുന്നു കുറേ നേരം നിന്നിട്ടാണ് ഞാൻ അതിൽ ഇങ്ങനെ 2 തൈ വെച്ചിട്ട് നടന്നത്. എന്തൊരു പാടാം. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ വഴിയരികിലൊക്കെ നമ്മൾ ചീര കാണുമ്പോൾ അതിന് വലിയ വിലയും നമ്മൾ കൊടുക്കണില്ല. പക്ഷെ എന്ത് സാധനമായിരുന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും. അതേപോലെ തന്നെ നമ്മുടെ 10 മണി ഉണ്ടല്ലോ. ഈ വർഷം ഞാൻ ആമസോണിൽ നിന്ന് എൻ്റെ സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. 1000 സീഡ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ 2-3 ചട്ടികളിലൊക്കെ ആയിട്ട് നട്ടു. എല്ലാം മുളച്ചു. പക്ഷെ ഇത് ചട്ടികൾ നിറഞ്ഞ് തിങ്ങിയിരിക്കുക. അതിനെ പറിച്ചു മാറ്റിയാൽ മാത്രമേ ഇത് വലുതാവത്തുള്ളൂ. അതിനെ ആയിരുന്നാലും പറിച്ച് നടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വീടിൻ്റെ കൂടെ കുറേ സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട്. അത് എനിക്കാണ് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് എനിക്ക് അത് നടൽ തന്നെയാണ് പരിപാടി. കാരണം അതായിരുന്നാലും ഈ നൂല് പോലെ എടുത്തിട്ട് നടും. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ വാടി നിൽക്കുന്നുണ്ടാവും. ചിലതൊക്കെ ചിലപ്പോൾ ഇതിനെ അധികം നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് കുഞ്ഞിതാണല്ലോ.
ചില ദിവസങ്ങളിൽ നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ പകുതി പുറത്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് സ്ഥലത്ത് ഞാൻ നട്ടിട്ട് ഞാൻ ഓരോ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴികൾ അവിടെ കയറിയിട്ട് ഒക്കെ മാന്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് സാധനം ഇരുന്നാലും അത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ ഭയങ്കര പാടാണ്. നമ്മൾ പിന്നെ ഇതിന് വേറെ പിന്നെ ചിലവൊന്നുമില്ല. പിന്നെ ചീര ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്നാലും നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് ആയിരുന്നാലും വെള്ളം ഒഴിക്കണം. അങ്ങനെ എല്ലാ സാധനത്തിനൊക്കെ ആയിരുന്നാലും എന്തുണ്ടാക്കിയിട്ട് എടുക്കാനായിരുന്നാലും ബുദ്ധിമുട്ടാണ്. അത് നമ്മളിപ്പോൾ നാട്ടിലേക്ക് ആയിരുന്നാലും ഇപ്പോൾ നല്ല മഴയുടെ സമയമൊക്കെ ഉണ്ടോ. ഇപ്പോൾ കർഷകരൊക്കെ പറയുമല്ലോ, അയ്യോ വലിയ മഴ പെയ്ത് കാറ്റൊക്കെ അടിക്കുമ്പോൾ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ പോകില്ല. അപ്പോൾ ശരിക്കും അവരൊക്കെ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ എന്ത് വിഷമമായിരിക്കും അത് കാണുമ്പോൾ. നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് അത് കോഴി മാന്തി എന്തെങ്കിലുമൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് തന്നെ എന്തൊരു വിഷമം. അപ്പം അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തോരം വിഷമം ഉണ്ടാവും. അപ്പം നമ്മുടെ മത്തൻ്റെ ഇലയുണ്ടല്ലോ ഇപ്പം തന്നെ ഇങ്ങനെ പറിച്ചെടുത്തുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മരുന്നൊന്നും അടിക്കാതെ കൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഈ പച്ചക്കറികളുമ്പോൾ കേട് വരുമോ പുഴു വരുമോ എന്നൊക്കെ. ഇന്നേ വരെ നമ്മളിവിടെ ഒരു പച്ചക്കറിയുമ്പോൾ ഒരു കേടും കണ്ടിട്ടില്ല, ഒരു പുഴും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ ആദ്യമായിട്ട് നമ്മൾ കേട് കണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരിയുടെ ഇല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പുളിയുടെ രസമുള്ള കണ്ടാണ് അതുമ്മ കേട് വരുന്നുണ്ട്. ഈ പ്രാണികളും കുഞ്ഞു പുഴുവിനെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുഴുവിനെ കാണുന്നതല്ലേമ്മ. അതുമ്മ പിന്നെ ഫോൾസേട്ടൻ കുറേ നീമോയിലൊക്കെ ഒഴിച്ച് ആ ഇല തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്. മുന്തിരിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലാണ്ട് ഫോൾസേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ടെന്ന്. ആ ഇലക്ക് പോയി, പക്ഷെ പുതിയ ഇല വരുന്നുണ്ട്. ഇപ്പം അതൊന്നും പക്ഷെ കേടൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് ഞാനൊന്നേ കഴുകി, ഇതിന് ശരിക്കും കഴുകേണ്ട ആവശ്യമില്ല. 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതെല്ലാം നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം. കാരണം മണ്ണൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടല്ലോ ചിമ്പുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇപ്പം അത് എഴുന്നേറ്റിട്ട് അവൻ ടെക്കിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളും മാറി 10 മിനിറ്റ് കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങാം. ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെയൊക്കെ വന്നിട്ട് അവിടേക്ക് കിടക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹം. ഇറങ്ങി എൻ്റെ അടുത്ത് പറയാറുണ്ട് ആസ്പിനെ അകത്ത് കയറ്റിയില്ലോ, ചിമ്പൂനൊക്കെ അകത്ത് കയറ്റും. ചിമ്പൂന് നമ്മൾ നല്ല തണുപ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല ഫ്രീസിങ് ഒക്കെ വരുമ്പോൾ നമ്മുടെ താഴത്തെ ഫ്ലോറിൽ അവനൊരു ഷീറ്റൊക്കെ ഇട്ട് അവൻ നമ്മൾ കിടത്താറുണ്ട്. പക്ഷേ ചിമ്പൂനെ അകത്ത് കയറ്റിയാലും എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിനെ എനിക്ക് അകത്തിട്ട് വളർത്തുന്നത് ഇഷ്ടമില്ല. ആസ്പിനെ ആയിരുന്നാലും അതങ്ങനെ നമുക്കങ്ങനെ കിട്ടിയതുകൊണ്ട് പിന്നെ അതിനെ കളയാൻ പറ്റാത്തനും നമ്മളങ്ങനെ അകത്തിട്ട് വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് അകത്തിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആസ്പിനോട് ഇഷ്ടക്കുറവുണ്ട്. ആസ്പിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്, എല്ലാവരും നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. കാരണം നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കൊക്കെ നമുക്ക് ആൾക്കാരെ കിട്ടും. ഇവിടെ ആകുമ്പോൾ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യുന്നത്. പൂച്ച അകത്തേക്ക് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാനിവിടെ തുടയ്ക്കണം. എൻ്റെ അടുത്ത് റോബോട്ട് ഉണ്ട്, എന്നാലും കാര്യമില്ല. പിള്ളേരെ ബെഡ്ഷീറ്റ് ആദ്യമേ അവിടെ ഒരു സൈഡിലൊരു ഷീറ്റ് മേൽ കിടത്തിയിരുന്നത്, അവിടെ ആ റൂം എല്ലാവരും നന്നായിട്ട് തുടയ്ക്കണം എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും അകത്ത് കയറ്റുന്നത് ഇഷ്ടമില്ല. പിന്നെ ചിമ്പൂനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറ്റും. പക്ഷെ അവന് ആസ്പിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് അടുക്കളയിലായിരുന്നാലും നമ്മളൊരു സാധനങ്ങൾ അവൻ മണത്ത് നോക്കി ഒന്നും കഴിക്കുക ഒന്നും ചെയ്യില്ല. അവനെ കൂടെ വന്നിട്ട് ഇത്രയ്ക്ക് വർഷമായില്ലേ. പക്ഷെ ചിമ്പൂട്ടിന് അങ്ങനെയല്ല. ചിമ്പൂന് പുറത്ത് കിടന്നിട്ട് ശീലിച്ചതുകൊണ്ട് തന്നെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവനൊരു വെപ്പറാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനകത്തേക്ക് അവൻ വിശ്വസിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ അവൻ്റെ മേത്തായിരുന്നാലും ഇപ്പോൾ ഈ സമയമാകുമ്പോഴാണ് ഈ പൂച്ചകളുടെ തണുപ്പ് മാറിയിട്ട് ചൂടുകാലാണ് പൂച്ചയുടെ രോമങ്ങൾ കൊഴിയുന്ന സമയം. ചിമ്പൂനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിറച്ച് രോമമായിരിക്കും നമ്മുടെ മേത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരേനെ നമ്മൾ അകത്ത് കയറ്റാത്തത്. പിന്നെ ഇവിടേക്ക് ആയിരുന്നാലും ഈ ഇങ്ങനെ കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കാരണം ഇവിടേക്ക് ഇങ്ങനെ ഇടയ്ക്ക് മാനൊക്കെ വരുമല്ലോ. ഈ മാൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഈ ടിക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ഈ സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മരിച്ചു വരെ പോകും. കാരണം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും, നമ്മളറിയില്ല. ഈ പൂച്ചയുടെ മേത്തേക്ക് ഇവർ പുറത്തേക്ക് പോകുമ്പോഴല്ലോ ഇവരുടെ മേത്തേക്ക് ഈ സാധനം ഉണ്ടാവും, ഈ ടിക്ക്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ആസ്പിൻ്റെ മേത്തുനിന്നൊക്കെ ആസ്പിൻ്റെ മേത്ത് നമ്മളൊരു മെഡിസിൻ വെച്ചിട്ടുണ്ട്. ചിമ്പൂൻ്റെ മേത്തുനിന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ എടുത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അങ്ങനെ നമുക്ക് എല്ലാവരെയും പിടിച്ച് നമുക്ക് അകത്ത് വളർത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ പുറത്ത് നമ്മൾ എപ്പോഴെങ്കിലും അവന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഷീറ്റും ഓരോ സാധനങ്ങൾ നമ്മൾ ഏത് നേരം അവന് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ നല്ല തണുപ്പാക്കി വരുമ്പോൾ മുകളിൽ ബാൽക്കണിയിൽ നമ്മൾ ഹീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അവന് കൊടുക്കും. ഇനി കൂടുതലൊന്നും പറയില്ല. ഞാൻ അതിനെ കഴിയിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാവുന്നില്ല. പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നു. ഇന്നാളൊരു ദിവസം ഒരു അമ്മ ഒരു കൊച്ചിനെ പുഴയിൽ എറിഞ്ഞിട്ട് കൊച്ചു മരിച്ചില്ലേ. അത് മൂഴിക്കുളത്താന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ വീടിൻ്റെ സ്ഥലമായിട്ടാണ് മൂഴിക്കുളം എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളതിനെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാനൊരു പുഴ കാണിക്കാറില്ലേ, ആ പുഴയാണ് ഈ മൂഴിക്കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂഴിക്കുളം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് പാറക്കടവ്.
പാറക്കടവ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് പോത്തിശ്ശേരി. അപ്പം ഞങ്ങൾ സ്ഥിരം പോണ ആ വഴിയാണ് അത്, ആ പാലം. ആ പുഴയിൽ നമ്മൾ പോത്തിശ്ശേരിയിൽ ഞാൻ കാണിക്കാറുള്ളത് പുഴ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുഴ പിന്നെ കാണുന്നത് നമ്മൾ മൂഴിക്കോട് തന്നെ നമ്മൾ കാണുന്നത്. അത് ഉണ്ടല്ലോ, ഇതുണ്ടായി കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ന്യൂസ്. ഞാൻ വൈകിട്ട് കിടക്കാൻ പോണതിന് മുമ്പ് ഫോണിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പോത്തിശ്ശേരിയിലെ ഞങ്ങളറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് കുട്ടീനെ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കമൻസ് ചെയ്തിട്ടുണ്ട്, കുട്ടിയിട്ട് ബോഡി കിട്ടിയെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച എന്തൊട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതായത് പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് പിന്നെ എനിക്ക് മനസ്സിലായത്, ഞാൻ വിചാരിച്ചു അവിടെ ഇങ്ങനെ ഈ ചാലക്കുടിയിലെ പുഴയിലെ വെള്ളമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിരമ്പുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിരമ്പുള്ളിയുടെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ചാലക്കുടി പുഴയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്കൊക്കെ ഈ അവിടെ നിന്ന് ഇങ്ങനെ ബോഡി വന്നിട്ട് മരിച്ച ആൾക്കാരെ ബോഡിക്ക് നമ്മളിങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് ബോഡി ഈ വെള്ളത്തിൻ്റെ അവിടെ. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടേക്ക് ആ സമയത്തൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ബോഡിക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. ഞങ്ങൾ കോളേജിലേക്ക് പോയി ഈ ബസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എങ്ങാനും വല്ല ബോഡി അങ്ങനെ പോകുന്നുണ്ട് ആരുടെയും കിട്ടാണ്ട് അന്വേഷിച്ചിട്ട് കിട്ടിയതായിരിക്കും. പിന്നെ പറഞ്ഞ കൊച്ചിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മഴയുടെ സമയമൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പോയത് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അറിയുന്നത് ഇങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഈ കുറുമശ്ശേരിയിലാണ് ഈ അമ്മയുടെ വീടായിരുന്നത്. കുറുമശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് മൂഴിക്കുളം. മൂഴിക്കുളത്ത് ഒരു അമ്പലമുണ്ട്, ഒരു വലിയൊരു അമ്പലമുണ്ട്. അവിടെ ഇപ്പം ഈ 4 അമ്പലം ചുറ്റിയിട്ട് ഒരു പരിപാടിയില്ലേ, അതിനകത്തൊരു അമ്പലമാണ് ഈ മൂഴിക്കുളം അമ്പലം. അപ്പോൾ കുറുമശ്ശേരിയിലാണ് ഈ അമ്മയുടെ വീട്. കുറുമശ്ശേരി കഴിഞ്ഞിട്ടാണ് മൂഴിക്കുളം. ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഓരോരോ സ്റ്റോപ്പുകൾ. അപ്പോൾ നമുക്കറിയാലോ അത്രയ്ക്ക് ദൂരം ഉണ്ടെന്ന്. അപ്പോൾ കുറുമശ്ശേരി കഴിഞ്ഞിട്ട് മൂഴിക്കുളം കഴിഞ്ഞിട്ട് പാറക്കടവ് പഞ്ചായത്താണ്. അത് കഴിഞ്ഞിട്ട് പോത്തിശ്ശേരി. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ കുറുമശ്ശേരിയിലായിരുന്നു. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്കുണ്ടല്ലോ ഞാൻ ഈ ചേർത്തത് വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും സബോള കേട്ടോ. അപ്പം ഇഞ്ചിനെ നമുക്ക് നേരം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഈ ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ ഒരു ഗ്ലാസ് ആട്ടോ, നമ്മുടെ ഭരണിയൊക്കെയില്ലേ, ഭരണിയുടെ അതിനകത്ത് കിടന്ന ഒരു ഗ്ലാസ് ആട്ടത്. അപ്പോൾ ഇത് അടുത്തത് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ മത്തൻ്റെ എല്ലാം ചേർക്കാം കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇലക്കറികളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്കറിയാലോ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഇതിൻ്റെ എല്ലാം ശരിക്കും എനിക്കിത് അതിശയമായിട്ടോ. കാരണം തരി വെള്ളം ഉണ്ടായില്ല എന്ന് പറയുന്നത്. ചീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളം വന്നേനെ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പുണ്ടോയെന്ന് ഒന്നും നോക്കണില്ല കേട്ടോ. കാരണം ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്ന് അറിയാലോ. അപ്പം അങ്ങനെ നമ്മുടെ മത്തനും പിന്നെ മുട്ടയും കൂടിയിട്ട് ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കട്ടോ. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾ കുറേ പേരൊക്കെ കഴിച്ചേക്കുന്നതായിരിക്കും. ഇയാണ് കുറേ പേരൊക്കെ എൻ്റെ പോലെ അത് വീട്ടിലുണ്ടായിരുന്നാലും നമ്മൾ കറി അങ്ങനെ അധികം വെച്ച് നമ്മൾ കേൾക്കാത്തതുകൊണ്ട് വെക്കാത്തവരുണ്ടാവുമായിരിക്കും. എന്തായിരുന്നാലും കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. നല്ല ചൂടുണ്ടേ. ഇപ്പൊ കറക്റ്റ് കേട്ടോ. ശരിക്കും നമ്മൾ പച്ചച്ചീര കൊടുത്തില്ലേ, ശരിക്കും ആ സെയിം ടേസ്റ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. വേറെ എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പൊട്ട ചൊകയാ ഒരു ടേസ്റ്റാ ഒന്നും തോന്നണില്ല കേട്ടോ. ഒന്നും കഴിച്ചോട്ടെ.
ഇഞ്ചി കൂടി ചേർക്കണം കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ നല്ല നന്നായിട്ട് കഴിഞ്ഞ ഒരു പച്ചമുളക് അടിച്ചു. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലെങ്കിൽ ഇപ്പോൾ മത്തങ്ങയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങയുടെ ഇല എടുത്തിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവിടെ അമേരിക്കയിൽ അല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ചീരാന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതെല്ലാം മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മത്തൻ്റെ ഇലയ്ക്ക് ഈ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും വീടുകളിലേക്ക് ഇവിടേക്ക് ഇരുന്നാലും മത്തനൊക്കെ ചിലപ്പോൾ ചിലവർ വീട്ടിലേക്ക് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഇലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവുകയും ചെയ്യും. ഇതിനാണെങ്കിൽ പെട്ടെന്ന് 5-6 ഇല മതി നമുക്ക്. കാരണം മത്തൻ്റെ ഇലയാകുമ്പോൾ നല്ല വലിപ്പമുണ്ടല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും നല്ല നല്ല രുചിയുണ്ട്. പിന്നെ ഈ ചീരയുടെ പോലെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചീരേനേക്കാളും എളുപ്പമുള്ള പരിപാടിയാണ് ഇത്. ഇതിനുണ്ടോ ചീരയുടെ മാത്രമല്ല ടേസ്റ്റ്. ഞാൻ നിങ്ങളടുത്ത് വളർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കട്ടായി പോകുന്ന പറഞ്ഞു. നമ്മുടെ പയറിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ തോരൻ വെക്കില്ലേ, അങ്ങനെ ആ പയറിൻ്റെ ഇലയുടെ ഒരു ചവർപ്പുണ്ട് ചെറുതായിട്ട്. പയറിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് കൂത്ത്. ഇതിന് അത്രയ്ക്ക് കൂത്തില്ല. ആ പയറിൻ്റെ ഇലയുടെ അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു കുത്ത് വരുന്നുണ്ട്. അപ്പോൾ പയറിൻ്റെ ഇല ഇഷ്ടമുള്ളവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കുക. എന്തായാലും നല്ല ഇതാണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്. ഇതാകുമ്പോൾ പിന്നെ ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പരിപ്പിലേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ സമയം കുറേ എടുക്കും. അതാകുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാവരും ചിലപ്പോൾ മുഴുവൻ കഴിച്ചില്ല എന്ന് വരും. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒട്ടും കളയാണ്ട് നമ്മൾ കഴിക്കുകയും ചെയ്യില്ല. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ആയി കൂടി ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ ചീര ഓടിക്കണ്ടത് അതേപോലെ ചീര ഒന്നും പറിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വാടിയും ഇവന് കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ചോദിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. പയറിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് ചോറിലൂടെ കഴിയണം. കുറച്ച് കിട്ടാൻ എന്തോരം കിട്ടിയെനിക്ക്